ഹലോ, പ്രജേഷാണേ. അപ്പോൾ ഫുഡ് ആൻഡ് ട്രാവൽ PPCൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നെൽകൃഷി കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. മാണിയൂർ പാടശേഖരത്തെ രണ്ടാം വിള നെൽകൃഷീൻ്റെ കളപറിക്കലും കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഇപ്പുറം വയലാണ്. ഞാൻ നടക്കുന്ന വഴീൻ്റെ രാജീവേട്ടൻ്റെ ഒപ്പരാണ് പോകുന്നത്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മൾ നടന്നിതാ മാണിയൂർ പാടശേഖരത്തെത്തിയേ. കൂടിയുള്ളത് രാജീവേട്ടനും പ്രതിവേട്ടനും കൂടിയിട്ട് ചെയ്യുന്ന 5 ഏക്കർ കൃഷി സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ രാജീവേട്ടാ, നമ്മൾ നിങ്ങളെ കൃഷി സ്ഥലത്ത് എത്തിയിട്ടാവുള്ളേ. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ തലമുറക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കൃഷിനെ പറ്റിയിട്ടും ഇപ്പോഴത്തെ തലമുറ കൃഷിയോടുള്ള സമീപനത്തെ പറ്റിയിട്ടും, അപ്പോൾ ഈ കൃഷിനെ കൊണ്ടുള്ള നേട്ടങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ, അതിനെ പറ്റിയിട്ടെല്ലാം ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? കൃഷി എന്ന് പറഞ്ഞാൽ ഒരു തുലാമാസം പറഞ്ഞ പാട് നമ്മൾ ഞാറ്റടി തയ്യാറാക്കി കണ്ടോ. ഇപ്പോൾ ഒരു 28 ദിവസം കൊണ്ട് ഞാറ് പറിച്ച് നടുക ചെയ്യാം. ഞാറ് പറിച്ച് നട്ടതിന് ശേഷം ഇതിപ്പോൾ ഒരു മാസം ഏകദേശം നാട്ടി നട്ടതിന് ശേഷം ഒരു മാസമായി. ഇപ്പൊ കളപറിയും വളം കൊടുക്കലും അങ്ങനെയുള്ള പണികളാണ് കൂടുതലും നടക്കുന്നത്. ഇപ്പൊ നമ്മൾ കുറെ ആളുണ്ടായിരുന്നു. ഞാനും പ്രതിവേട്ടനും മാത്രം 5 ഏക്കറോളം ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ പ്രതിവേട്ടൻ ഇപ്പം രാവിലെ കാലത്ത് വന്നിട്ട് ഉച്ചക്ക് അവര് കരക്കേക്ക് കയറിപ്പോയി. അതുകൊണ്ടാണ്. പിന്നെ കൃഷി എന്ന് പറഞ്ഞാല് ഇത് നല്ലപോലെ നോക്കിയാൽ ആദായകരം തന്നെയാണ്. പിന്നെ സർക്കാരിന്റെ സബ്സിഡി അതുണ്ട്. 3 തവണ ഇതിന് വളം കൊടുക്കണം. ഞാറ് പറിച്ച് നട്ടാൽ നടുമ്പോൾ ഒരു വളം, പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വളം, പിന്നെ ഒരു 20 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വളം. ഒരു 4 മാസം കൊണ്ട് വിളവ് കിട്ടുകയും ചെയ്യും. 4 മാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന മറ്റുള്ള കൃഷി വളരെ ദുർലഭമാണ്. പിന്നെ നമ്മളെ നാട്ടിന്റെ നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഇതാണിത്. ഇന്ന് നെൽകൃഷിയാണ്. പണ്ട് ഈ വയലുകളൊക്കെ ഇപ്പം ട്രാക്ടറാണ് കണ്ടെല്ലാം പിന്നെ റെഡിയാക്കി തരുന്നു. ഇതെല്ലാം സാധാരണക്കാര് തൂമ്പയും പടന്നയും കൊണ്ട് കൊത്തിയും കളച്ചും കൃഷി ചെയ്ത ഒരു കാലഘട്ടം നമ്മളെ ചെറിയ ഓർമ്മയിലുണ്ട്. ഇപ്പൊ എല്ലാം കൊയ്ത്ത് വരെ മിഷനാണ്. ഇതിപ്പോ നമുക്ക് 90, 100, 120 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാൻ പറ്റും. വെള്ളത്തിനൊന്നും ക്ഷാമം ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. നെല്ലെല്ലാം ഏകദേശം നന്നായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് കൊയ്ത്ത് മിഷൻ തന്നെയാണ്. കണ്ടത്തിൽ കൊയ്ത്ത് കണ്ടത്തിലിടുക. ഞാനും പ്രതിവേട്ടനും മാത്രമാണ് എല്ലാ പണികളും എടുക്കുക. 75% നമ്മളെ പണി കംപ്ലീറ്റ് നമ്മൾ തന്നെയാണ്. ഞാറ് പറിച്ച് നടാൻ മാത്രമേ മറ്റുള്ളവരെ ആശ്രയിക്കുള്ളൂ. ബാക്കി കളപറിയും മരുന്നടിയും പിന്നെ വളം കൊടുക്കലും എല്ലാം നമ്മൾ തന്നെയാണ്. ഇതിന് പ്രധാനം എന്ന് പറഞ്ഞാൽ വെള്ളം ആവശ്യത്തിനുള്ള വെള്ളം എപ്പോഴും വയലിൽ വേണം. എന്നാലേ നെൽകൃഷിക്ക് നല്ല വളർച്ചയുണ്ടാവും. പിന്നെ നമ്മളിത് നെല്ല് കൊയ്തിട്ടാകുമ്പോൾ കണ്ടത്ത് തന്നെ ചാക്കിൽ നിറച്ച് സപ്ലൈകോന് കൊടുക്കുക. സപ്ലൈകോന് രജിസ്റ്റർ ചെയ്ത് അവർ ഒരേക്കറിന് ഇത്ര നെല്ല് എന്നുള്ള രീതിയിൽ അവർ എടുക്കും. അത് എടുത്തതിന് ശേഷം പൈസ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് മെച്ചാണ്. പുറത്ത് കൊടുക്കുന്നതിനേക്കാളും പുറത്തുള്ള അവിൽ മില്ലുകൾക്കെല്ലാം കൊടുക്കുന്നതിനേക്കാളും എത്രയോ ലാഭമാണ്. സബ്സിഡി കിട്ടും സർക്കാരിന് കൊടുക്കുന്നത്. നമ്മളിത് ഉമയാന്ന് ഇപ്പം 3-4 വർഷം മുമ്പ് വരെ ആതിരയായിരുന്നു. അത് മാറ്റി ഇപ്പം ഉമ നെൽവിത്താണ്. വെളുത്ത അരിയായിരിക്കും. പിന്നെ കൂടുതലാരും നമ്മൾ വീട്ടിൽ നിന്ന് ഇത് ഉപയോഗിക്കാറില്ല. എല്ലാവരും നെല്ല് കൊടുത്തിട്ട് അരി വാങ്ങുന്നൊരു സമ്പ്രദായമാണ്. വീട്ടിലായിരിക്കും ഇത് പുഴുങ്ങലും കുത്തലും. ഇപ്പോഴത്തെ തലമുറക്കൊന്നും അറിയില്ല. ആരും വയലിൽ തന്നെ പുതിയ തലമുറ ഇപ്പോൾ വയലിൽ വരാത്തൊരവസ്ഥയാണ്. എല്ലാം അന്യ സംസ്ഥാനത്തുള്ള തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെയുള്ളവർ വന്നിട്ടാണ് ഈ നാട്ടി തന്നെ ഞാറ് നടിയിൽ അവരാണ് ചെയ്യുന്നത്. അവർക്ക് മൊത്തം ഏക്കറിന് കരാറ് കൊടുത്ത് അവർ 3-4 ദിവസം കൊണ്ട് നട്ട് അവർ അങ്ങോട്ട് പോകും. അതിനുശേഷമുള്ള പണികളൊക്കെ അതായത് നമ്മളെ പോലത്തെ ആണുങ്ങളത് കൂടുതലും 90% ഇവിടെ ചെയ്യുന്നു. പെണ്ണുങ്ങളെ വയലിൽ കാണാനേ ഇല്ല.
അപ്പോൾ നമ്മളെ കൃഷി, ഇന്നത്തെ കൃഷീനെ പറ്റിയില്ലല്ലോ രാജുവേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളിൽ കമൻറ്റ് സെക്ഷനിലൊന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.